പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസം 20-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവത്തോട് പറ്റി നിന്നവന് വെളിപ്പെടുന്ന നന്മകൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമാക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത് ദൈവത്തോട് പറ്റി നിൽക്കുന്നവന് വെളിപ്പെടുന്ന നന്മകളെ കുറിച്ചാണ്. ഇതാ കാലേബിനെ കുറിച്ചുള്ള വാക്യഭാഗമാണ് ഞാൻ നിങ്ങളും വായിച്ചു കേട്ടത്. കാലേബിന് ദൈവം ഹെബ്രോൻ മല അവകാശമാക്കി കൊടുക്കുകയാണ്. അതിനകത്ത് ഒരു പദം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് നീ കാൽവെച്ച ദേശം നിനക്കും നിന്റെ തലമുറയ്ക്കും അവകാശമാക്കി നൽകും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത്, ദൈവത്തോട് പറ്റി നിൽക്കുന്നവൻ ദേശത്തെ അവകാശമാക്കും. രണ്ടാമത്തെ തലമെന്ന് പറയുന്നത്, ദൈവത്തോട് പറ്റി നിൽക്കുന്നവൻ വിശ്വാസം സംസാരിക്കുന്നവനായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അവനിൽ വെളിപ്പെട്ടിരിക്കും. അവൻ ഡൗട്ട് പറയുന്നവനോ നിരാശ പറയുന്നവനോ എല്ലാം അവസാനിച്ചു, എനിക്കെന്നും പ്രശ്നമാണെന്നൊന്നുമല്ലായിരിക്കും അവൻ പറയുന്നത്. അവൻ വിശ്വാസം പറയുന്നവനാണ്. ഒന്നുകൂടെ പറയാമെങ്കിൽ സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. വായിച്ചു കേട്ട വാക്യത്തിനകത്ത് എത്ര പേർ വിശ്വസിക്കുന്നു? ഇതാ മോശ 12 ഗോത്രത്തിൽ നിന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞ കാനാൻ ദേശം ഉറ്റുനോക്കുവാൻ അയക്കുകയാണ്. വന്ന ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ 10 പേർ ഒരുമിച്ച് പറഞ്ഞു, നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയത്തില്ല, നാം അവരുടെ മുമ്പിൽ വെട്ടുക്കിളികളെ പോലെയാണ്, അവിടെ അനാക്യമല്ലന്മാരും. എന്നാൽ കാലേബ് തന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. മോശയുടെ മുമ്പാകെ കാലേബ് നിന്നുകൊണ്ട് ജനത്തെ അമർത്തിക്കൊണ്ട്, നാം ചെന്ന് ആ ദേശത്തെ അവകാശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തോട് പറ്റി നിൽക്കുന്നവൻ ജയിക്കും. എല്ലാ വിഷയത്തിനകത്തും അവന് വിടുതൽ ഉണ്ടാകും. അവന് ജയമുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. അതേ ഭാഗം തന്നെ, അതേപോലെ തന്നെ ഇതാ കാലേബിന്റെ കൂടെ വന്ന ഇതാ യോശുവ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ആദ്യം കാലേബാണ് പറഞ്ഞത്. ഇതാ യോശുവ പറയാണ്, യഹോവ നമ്മിൽ പ്രസാദിക്കുമെങ്കിൽ ദൈവം പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ദേശം നമുക്ക് അവകാശമാക്കി തരും. ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തോട് പറ്റി നിൽക്കുന്നവർ വിശ്വാസം പറയും, ദൈവത്തിൻ്റെ അനുകൂലതകൾ പറയും. 1, അവർ ദേശത്തെ അവകാശമാക്കും. 2, അവർ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ അനുകൂലതകൾ പറയും. 3, 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തോട് പറ്റി നിൽക്കുന്നവൻ വിടുതൽ കണ്ടിരിക്കും. അവൻ്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് അവൻ ഉയർച്ച പ്രാപിക്കും. അടുത്തൊരു പദം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ദൈവത്തോട് കൂടെ നടക്കുന്ന ദാവീദ് പറയുകയാണ്, സങ്കീർത്തനം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. 73-ാം സങ്കീർത്തനം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ആസാഫ് പറയുന്നത് ശ്രദ്ധിക്കണം.
എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ആ സഭ പറയുകയാണ്, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന് യഹോവയായ ദൈവത്തെ ഞാൻ എൻ്റെ സങ്കേതമാക്കിയിരിക്കുകയാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അവൻ വ്യക്തമായി പറയുന്നു, യഹോവയുടെ അടുത്തിരിക്കുന്നത്, ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന നന്മകളെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾ കേട്ടത്. ഒന്നുകൂടി ഉറയ്ക്കാം, ദേശത്തെ അവകാശമാക്കാം, വിശ്വാസം പറയാം, ബലപ്പെടാം. പ്രിയരെ, കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. നമുക്കൊരുമിച്ച് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവർ ദേശത്തിൻ്റെ നന്മകൾ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ചില വലിയ വഴികൾ തുറക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അത്ഭുതം ഇവർ കാണട്ടെ. ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ വൈകിട്ട് 6 മണി മുതൽ നമുക്ക് സൂമിൽ ലൈവായിട്ട് പ്രയർ നടക്കുന്നു. നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അനേകായിരങ്ങൾക്ക് അതിൽ വിടുതൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി പ്രയർ ലൈനിലേക്ക് നിങ്ങൾ വിളിക്കണം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.